നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ കറിയാണ്. നമ്മുടെ കയ്യിൽ കറിയൊന്നും ഉണ്ടാക്കാൻ ഒന്നും ഇല്ലെങ്കിൽ 2-3 തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തക്കാളി കടുക് വറുത്തത് എന്നാ പറയാം. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയാം. ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് തക്കാളി കറി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ വേണ്ടിയിട്ട് ഇതിലോട്ട്, എന്നാലേ ഉള്ളൂ ഈ കറിയുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് 1-2 പച്ചമുളക് കൂടി ചേർക്കാം. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ഒന്നുകിൽ പച്ചമുളക് ചേർക്കുക അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് തക്കാളി ചേർക്കുക വേണ്ടത്. ഞാനിവിടെ മീഡിയം സൈസുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് പാനിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ചേർക്കാം. ഈ സ്പൈസസ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ തക്കാളി വറുത്തത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നാലും ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. ഇനി സ്പൈസി ഒന്നും ആവണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കാതെ തന്നെ ഈ കറി ഉണ്ടാക്കാം കേട്ടോ. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, അതുവരെ ഇളക്കി കൊടുക്കണം നമുക്കിത്. ഇപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഓരോരുത്തർക്കും എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ദോശയിലോട്ടൊക്കെ സെർവ് ചെയ്യാം. ഈ തിക്കായിട്ടുള്ള കറി നമുക്ക് ചോറിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. എന്നാൽ ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ള തക്കാളി കറി ആയിരിക്കും ഇഷ്ടമാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിൽ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകണം, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂടോടുകൂടെ തന്നെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ തക്കാളിക്കറി ഉണ്ടെങ്കിൽ ഇനി വേറൊരു ഐറ്റം ഒന്നും വേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെ. ഇപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.